So, hello guys, welcome to another video of Shine Stocks. റിയാക്ഷനോ ട്രോളിങ്ങോ ഊക്കലോ കാര്യമൊന്നുമല്ല. എന്റെ കാസറ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പോലീസ് കേസും കാര്യങ്ങളും അല്ലെങ്കിൽ മീഡിയ ചാനൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസും ഞാൻ എടുത്തിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ പറയുന്ന സംഭവങ്ങളിൽ മെയിനായിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയുന്ന സാധനം എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ നാട്ടിലെ മീഡിയ, എങ്ങനെ ആയിരിക്കണം നമ്മുടെ നാട്ടിലെ മീഡിയ, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. സോ അക്കൗണ്ട് എന്റെ കാസറ്റ്. ഫസ്റ്റ് ഓഫ് അതിൽ തന്നെ ഹാൻഡ്സ് ഓഫ് യു ബ്രോ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്താണ്, പറയേണ്ട സാധനങ്ങൾ, വിളിച്ചു പറയേണ്ട സത്യങ്ങൾ എങ്ങനെയാണോ അത് പുള്ളി അങ്ങ് പറയുമല്ല, അറിയേണ്ട ആൾക്കാരുടെ മൊത്തത്തിൽ തുപ്പുക. അങ്ങനെ ആയിരിക്കണം ഒരു ജേർണലിസം. എങ്ങനെയാണോ അതാണ് പുള്ളി കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ആ സാധനം. സോ എന്താ പറയാ, പുള്ളി ചെയ്തൊരു വലിയ കാര്യമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ആ പുള്ളിയുടെ വീഡിയോയില് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ് ബാംഗ്ലൂരുള്ള കോളേജ് ബേസിലുള്ള ഒരു ഡ്രഗ് മാഫിയ, ഫേക്ക് ഡ്രഗ് കേസസ്, ഈ സാധനങ്ങൾ. ഇതൊക്കെ വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും വെളിയിൽ വരുന്നില്ല. കാരണം ഈ ഒബ്വിയസ്ലി അതിന്റെ ബാക്കിലുള്ള ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസും അവരെ പേടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പുള്ളി പറയുന്ന സാധനങ്ങളെല്ലാം 100% ശരിയുമാണ്. ഞാനിപ്പോ ഇത് ശരിയാണെന്ന് ഒന്ന് പറഞ്ഞാൽ എന്തിനാണെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നത്. കാരണം ഈ ഒരു സ്റ്റോറി ഞാൻ 1.5 വർഷം മുമ്പേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. 1.5 വർഷം മുമ്പ് ഈ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുള്ളതാണ്. പുള്ളി പറയുന്ന പല കാര്യങ്ങളും പുള്ളി ഒരുപാട് ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഫോട്ടോസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. എനിക്കതൊന്നും അറിയത്തില്ല. ബട്ട് പുള്ളി പറയുന്ന സംഭവം പക്ക നടക്കുന്ന സംഭവമാണ്. ബാംഗ്ലൂർ സൈഡിലും നടക്കുന്ന സംഭവമാണ്. ഞാൻ കേട്ട സംഭവം എന്താണ് ആദ്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പുള്ളി ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടിട്ട് വാ. ബാംഗ്ലൂർ മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യം കിടക്കുന്ന വേജലാരി കേസിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ മുന്നേ പോകണം. ഇത് എവിടെ നിന്ന് തുടങ്ങി, ആര് തുടങ്ങിയെന്ന് അറിയണം. അന്നും ഇന്നും കർണാടക പോലീസിനെ കൂട്ടുപിടിച്ചിട്ട് സ്റ്റുഡൻസിനെ ട്രാപ്പ് ചെയ്തിട്ട് വേജലാരി കേസിൽ പെടുത്തുന്നത് അർജുൻ പിള്ളയാണ്. എന്നാൽ അന്ന് അർജുൻ പിള്ളയുടെ കൂടെ ഇതിലെ മറ്റൊരു മെയിൻ കണ്ണിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഡയാന എന്ന് പറയുന്നത്. ആദ്യമൊക്കെ പെട്ലേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ഈ ലാരി കേസ് മെല്ലെ സ്റ്റുഡൻസിന്റെ അടുത്തോട്ട് ടേൺ ആവുകയായിരുന്നു. അതിൽ മെയിൻ പങ്ക് വഹിച്ചിരുന്ന ഒരാളാണ് ഡയാന. അർജുൻ പിള്ളയുടെ നിർദ്ദേശപ്രകാരം ഡയാന ഒരുത്തനുമായി പ്രണയം നടിച്ച് അവനെ റൂമിലോട്ട് വിളിച്ചു വരുത്തി അവനെ വസ്ത്രമൊന്നും ഇല്ലാതെ ഒരുപാട് ഉപദ്രവിച്ച് അവന്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രഗ് പെട്ലറും കൺസ്യൂമർ ആയിരുന്ന ഡയാന ഈ വിളിച്ചു വരുത്തുന്നവരുടെ കയ്യിൽ കുറച്ചധികം ഡ്രഗ്സ് വെച്ച് കൊടുത്തിട്ട് അർജുൻ പിള്ളയും പോലീസിനെ വിളിക്കാനുണ്ടാകുക. പിന്നീട് അവരുടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് 5-6 ലക്ഷം രൂപയ്ക്കാണ് ഡയാന അർജുൻ പിള്ളയെ ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഡയാന എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഡയാന മലപ്പുറത്തുണ്ട്. ഈ ഡയാനും അർജുൻ പിള്ളയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അതേ സ്കാം തന്നെയാണ് ഇപ്പോൾ ഫിനാസ്, അഭിനന്ദ്, ജഗൻ, ഹെലൻ എന്ന് പറയുന്നവരെല്ലാം കൂടിയിട്ട് മുന്നോട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഈ അർജുൻ പിള്ളയുടെ കൂടെ മറ്റൊരു അർജുനുണ്ട്. ഇതിലെ സങ്കടാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുൻ പിള്ള ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. 19, 20, 21 വയസ്സുള്ള പെൺകുട്ടികൾ. അർജുൻ പിള്ള അവർക്ക് കുറച്ച് ക്യാഷ് സ്പോൺസർ ചെയ്യണം. ഇവരുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരെ റൂമിലോട്ട് വിളിച്ചു വരുത്താനും അവർ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഡ്രഗ് വെച്ച് കൊടുത്തിട്ട് അർജുൻ പിള്ള വിളിക്കാനാണ് ഈ പെൺകുട്ടികൾക്ക് അർജുൻ പിള്ള കൊടുക്കുന്ന നിർദ്ദേശം. ഇതനുസരിച്ചിട്ട് പെൺകുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പയ്യന്മാരെ വിളിച്ച് ട്രാപ്പ് ചെയ്യണം. ആ അർജുൻ പിള്ളയുടെ കൂട്ടത്തിൽപ്പെട്ട 2 പേരാണ് നിരഞ്ജന ആൻഡ് റിദ്വാൻ. ഈ നിരഞ്ജന ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അർജുൻ പിള്ളയുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് ഒരു തുക കമ്മീഷൻ മേടിച്ചുകൊണ്ട് ആചാര്യ RR കോളേജ്, സപ്തഗിരി കോളേജ്, ഈ 3 കോളേജിലെ ആംബുലൻസ് ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് മെസ്സേജ് അയക്കുകയാണ്. നൈസായിട്ട് ആ റൂമിലോട്ട് വിളിച്ചെടുക്കുകയാണ്. ആ റൂമിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പോലീസിനെ വിളിക്കണം. പോലീസ് വരുന്നു, അർജുൻ പിള്ള വരുന്നു, ഇവരുടെ വീട്ടിലോട്ട് വിളിക്കുന്നു, ലക്ഷങ്ങളാവും. 1 വീക്കായിട്ട് 1 വീക്കോ 1.5 വീക്കായിട്ട് അവൻ ആ ഒരു ടൈമിൽ എന്താ പറയുക MDMA എന്ന് പറയുന്ന സംഭവം അടിച്ചിട്ട് തിരിഞ്ഞിട്ടിരിക്കുക. അവൻ ഉറങ്ങിയിട്ടില്ല 1 വീക്കായിട്ട്. എന്നിട്ട് അവൻ രാത്രി ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു. ചില റീൽസ് എനിക്ക് ഫോർവേഡ് ചെയ്തു, ചില വേണ്ടാത്ത സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഫോർവേഡ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എടുത്ത് പറഞ്ഞത്. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു നീ നാളെ വായോ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു. ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന ചില പെൺകുട്ടികളെ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ആൺകുട്ടികളെ ഡ്രഗ് പെട്ലേഴ്സ് ആക്കി മാറ്റുന്ന ഒരു വലിയ മാഫിയാണ്. ഇതിന് പിന്നിൽ കൺസൾട്ടൻസി നടത്തുന്ന ഏജന്റുമാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ പെൺകുട്ടികളെ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അവർക്ക് ഒരുപാട് പണം കൊടുക്കുകയും എന്നാൽ ഇതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവിടെ എത്തിപ്പെടുമ്പോൾ അവരെല്ലാവരും MDMA അഡിക്റ്റഡ് ആവുകയാണ്. 2 വർഷം മുന്നേ നടന്നൊരു കഥയാണ്. മലബാറിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേരാണ് ഷംന. +2 ഉയർന്ന മാർക്കോട് കൂടി പാസ്സായ ഷംന ബാംഗ്ലൂർ പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം കുടുംബത്തോട് പറയുകയാണ്. ഈ പെൺകുട്ടി ബാംഗ്ലൂർ എത്തുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാഫിയകളുടെയും ഡ്രഗ് പെട്ലേഴ്സിന്റെ കയ്യിൽ വിട്ടിട്ട് ജീവിതം തന്നെ മാറുകയാണ്, ജീവിതശൈലി മാറുകയാണ്. ഈ പെൺകുട്ടിയുടെ ഉപ്പാക്ക് പുഴയിൽ കക്ക വരാൻ പോകുന്ന ജോലിയായിരുന്നു. ഒരു തവണ കക്ക വരാൻ പോയപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ പുഴയിൽ മുങ്ങി മരിച്ചു. എന്നാൽ ബാംഗ്ലൂർ RR കോളേജ് പഠിച്ചിരുന്ന ഷംന അപ്പോഴേക്കും ഒരു വലിയ മാഫിയയുടെ അംഗമായിട്ട് മാറിയിട്ടുണ്ടാകും. തുടർന്ന് കുറച്ച് ആളുകൾക്ക് ശേഷം ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ഷംന പെട്ടെന്ന് മരണപ്പെടുകയാണ്. ആത്മഹത്യ എന്നാണ് പറയുന്നത്. എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ആ ഒരു മരണത്തിന് പിന്നാലെ ആ കുടുംബം ഒരിക്കലും ഒരു ശബ്ദം ഉയർത്തില്ല. ആ കുടുംബം പറഞ്ഞത് അവൾക്ക് പനിയൊന്നും മരിച്ചതെന്നാണ് നാട്ടിലൊക്കെ. കാരണം വീട്ടുകാരെങ്ങനെ ശബ്ദം ഉയർത്തും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ നാട്ടുകാരെങ്ങനെ വിലയിരുത്തുന്നു മനസ്സിലാക്കിയിട്ട് വീട്ടുകാർ ശബ്ദം ഉയർത്തില്ല. അതങ്ങനെയാണ്. എന്നാൽ ആ വീട്ടുകാർ അവിടെ ശബ്ദം ഉയർത്താതിരുന്നപ്പോൾ വേറെ ഒരുപാട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കണം.
എന്റെ വീഡിയോ ആണെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരാണ് വെച്ച് ചോദിക്കുക, നിങ്ങൾ ഓക്കെ ആണോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവർ ആ റൂമിൽ ഇരിക്കുമ്പോൾ അവരും ക്രിമിനൽസ് ആണ്. നർക്കോട്ടിക്സ് കേസസ് മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ബാംഗ്ലൂരിൽ ഒരു അഡ്വക്കേറ്റാണ് ആകാശ്. സാധാരണ ഏതൊരു വക്കീലും കൊണ്ട് പറ്റുന്ന പോലെ സ്മോൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയിൽ പിടിക്കുന്ന സാധനങ്ങൾ സ്റ്റേഷനിൽ നിന്ന് സെറ്റിൽമെന്റ് ചെയ്ത് പോലീസുകാരായിട്ട് ഡീൽ ചെയ്തിട്ട് പിള്ളേരെ ഇറക്കി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ആകാശ് ചെയ്യുന്നത്. കോരമംഗലം പോലീസ് സ്റ്റേഷനിൽ സെപ്റ്റംബർ 24 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേസ് കൈക്കൂലി വാങ്ങിയെന്നുള്ളതാണ്. ഈ കോരമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പിടിപാടുള്ള ആളാണ് ആകാശ്. അർജുൻപിള്ളയായിട്ട് ടൈപ്പുള്ള ആകാശ് ആക്ച്വലി ബാംഗ്ലൂരിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ പിടിപാടുള്ള ഒരാളാണ്. ഈ പിടിക്കപ്പെടുന്ന പിള്ളേരുടെ അടുത്തും പെട്ലേസിന്റെ അടുത്തും അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ അവർ വാങ്ങുന്നുണ്ട്. അവർ ആ റൂമിൽ ഇരിക്കുമ്പോൾ അവരും ക്രിമിനൽസ് ആണ്. 100% ക്ലീൻ എന്ന് ഗ്യാരണ്ടി ഉള്ള ഒരാൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ ഇറക്കും. ഈ വീഡിയോ സെയിം ഡെലിവറി തന്നെയാണ് അന്ന് ഞങ്ങളോട് അയച്ചത്. അന്ന് അവൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയ കാര്യം തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, ഞങ്ങളെ ഒന്നും റൂമിൽ ഒന്നും കിട്ടിയില്ല. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇതുപോലെ പ്രശ്നമാണ്, ഇറക്കാൻ പറ്റുമോ 1 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. ഈ പെട്ലേസിനെയും പിള്ളേരെ പിടിക്കുന്നത് ആക്ച്വലി അർജുൻ സ്കോഡ് എന്നറിയപ്പെടുന്ന അർജുൻ പിള്ളേരുടെ കൂട്ടുകാരും സംഘമാണ്. എന്നാൽ CCB ഉദ്യോഗസ്ഥരോ കർണാടക പോലീസോ പിടിക്കപ്പെടുന്നവരിൽ കൂടുതൽ പേരും VIP സെല്ലുകളോട്ടാണ് പോകുന്നത്. ഈ VIP സെല്ലുകളിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, ഡ്രഗ്സ് ഉപയോഗിക്കാം, വീഡിയോ കോൾ ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. കർണാടകയാണ്, ബാംഗ്ലൂരാണ്, നമ്മുടെ ഇന്ത്യയിലാണ്. സോ പുള്ളി പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. പുള്ളി പറഞ്ഞതിനെക്കാട്ടി അപ്പുറമായിട്ട് എനിക്കും പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേറൊരു സൈഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബാംഗ്ലൂരിൽ ഒരുപാട് കോളേജസ് ഉണ്ട്. ഒരുപാട് കോളേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവിക സ്ഥലത്ത് എല്ലാവരും കോളേജസ് ആണ്. ഇത് പൊട്ടത്തിനെ വിളിച്ച് പറയാനൊന്നും ചോദിക്കരുത്. ബാംഗ്ലൂരിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് കോളേജസ് ഉണ്ട്. ഈ കോളേജസിൽ മെയിനായിട്ട് മറ്റേ അലൈഡ് ഹെൽത്ത്, സയൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, എഞ്ചിനീയറിംഗ് അതുപോലത്തെ ഉള്ള കോളേജസുകളാണ്. നമ്മൾ ആവേശ സിനിമയിലൊക്കെ കാണൂലേ, ഇതേപോലത്തെ ഒരു സംഭവമാണ് അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും ഈ കോളേജസ് ഉള്ളത്. ഈ കോളേജസ്, അതായത് പുള്ളി അതിലെടുത്ത് പറയുന്ന 3 കോളേജസ് ഉണ്ട്. ആചാര്യ, ആഹാദ്, സപ്തഗിരി. ഈ 3 കോളേജസും ഈ കോളേജസിന്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു ലൈനുണ്ട്. അതാണ് AGB ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്പാത്താണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മാനവീയ വീതി പോലത്തെ ഒരു സ്ഥലമാണ്. ഈ ഒരു AGB ലൈനിന് ചുറ്റുമായിട്ട് ഒരുപാട് പേയിങ് ലിസ്റ്റ് സ്ഥലങ്ങളുണ്ട്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മലയാളി സ്റ്റുഡൻസ് PG എടുക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഡ്രഗ് ഡീലേഴ്സ് ഈ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യുന്നതും ഡ്രഗുകൾ പാസ് ചെയ്യുന്നതും ഇങ്ങനെ സാധനങ്ങൾ. ഒബ്വിയസ്ലി സ്റ്റുഡൻസിന്റെ ഇടയിൽ ഡ്രഗ് യൂസിങ് ഒരുപാടുണ്ട്, ഇല്ലാന്നൊന്നും നമുക്ക് പറയത്തില്ല. ഫേക്ക് കേസസുകളാണ് എല്ലാം എന്നൊന്നും പറയത്തില്ല. ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റുഡൻസിന്റെ, മലയാളി സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരുപാട് ഡ്രഗ് യൂസേഴ്സ് ഉണ്ട്, ഉള്ള സംഭവമാണ്. ഇല്ലാന്നൊന്നും നമ്മൾ പറയത്തില്ല. ഫേക്ക് കേസുകളാണ് എല്ലാം പറഞ്ഞൊന്നും പറയത്തില്ല, ഉള്ള സംഭവമാണ്. ഈ ഒരു ഡ്രഗ് ഡീലിങ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വരുന്ന കുട്ടികളിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തും. അവര് അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ടീംസിൽ ഈ ഏജന്റുമാരെ അങ്ങോട്ട് കണ്ടുപിടിക്കില്ല. കാരണം അവർക്ക് ഈ സാധനം കൺസ്യൂം ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു സാധനത്തിനെ തപ്പിപ്പോവും. ഈ സാധനം തപ്പിപ്പോകുന്ന സമയത്ത് ഇവര് ഈ ഒരു മാഫിയയുടെ ഏജന്റ് ആയിട്ട് പോകെ മാറും. കാരണം ഒരു കോളേജിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻസ് ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് അതിന്റെ ഏജൻസിനെ കണ്ടുപിടിച്ച് അവർ പിന്നെ അതിന്റെ ഒരു ഡീലേഴ്സ് ആയിട്ട് മാറും. കോളേജിൽ ഒരു ഡീലേഴ്സ് ആയിട്ട് മാറും, സ്വാഭാവികമാണ്. ഇതിന്റെ മെയിൻ ഒരു ഈ ഫേക്ക് ഡ്രഗ് കേസസിന്റെ മണി ട്രാപ്പിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PG ബേസ്ഡ് ആണ്. അതായത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കുറച്ച് സ്റ്റുഡൻസ് താമസിക്കുന്ന ഒരു PG ഒരു റൂമിൽ 4 പേരുണ്ടെങ്കിൽ അതിൽ ഒരുത്തൻ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ഇതിന്റെ ഒരു ഡീലർ പോലെ ആവും. അപ്പോ ഇതെല്ലാം ഇവര് പൈസ ഉണ്ടാക്കുന്ന ഈ ഒരു ഫേക്ക് കേസ് യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു മെയിൻ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവൻ അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഫ്രണ്ട് വെളിയിലുള്ളവനായിരിക്കട്ടെ റൂമിലുള്ളവനായിരിക്കട്ടെ അവർ ഈ ഡ്രഗ്സ് കൊണ്ടുവന്ന് ഈ ബാക്കിയുള്ളവരും കൂടെ താമസിക്കുന്ന റൂംസിൽ അവരറിയാതെ വെക്കുന്നു. വെച്ചിട്ട് പോയതിനു ശേഷം ഇവര് തന്നെ ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. പിന്നെ പോലീസ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് പുള്ളി എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ പോലീസുകാര് എങ്ങനെ ഇൻവോൾവ് ആവുന്നു എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞത്. ഇത് റിയൽ സ്റ്റോറിയാണ്, നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോ ഇങ്ങനെ ഒരാളെ കൊണ്ട് റൂമിലെ ഡ്രഗ് കൊണ്ട് വെക്കുന്നു. എന്നിട്ട് അവൻ തന്നെ വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു, ഇവിടെ ഈ റൂമിലെ ഡ്രഗ് ഉണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇവിടെ ഒരു ഡ്രഗ് കൺസ്യൂം ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ച് വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെങ്കിൽ ഈ പുള്ളി, അതായത് മറ്റേ ഇന്ത്യ ഗ്യാസ് എന്ന് പറഞ്ഞ ആ പേജിലുള്ള പുള്ളി പറഞ്ഞ ആൾക്കാരായിരിക്കും ഞങ്ങളെ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ പോലീസ് തന്നെയായിരിക്കും. മലയാളി സ്റ്റുഡൻസിന് വേണ്ട KL നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നാൽ തന്നെ ബാംഗ്ലൂർ പോലീസിന് കുരുവിട്ടു. അങ്ങനെയാണ് ബാംഗ്ലൂർ പോലീസിന്റെ അവസ്ഥ. അപ്പോ കൊണ്ട് ഡ്രഗ് റൂമിൽ വെക്കുന്നു, പോലീസിന് ഇൻഫോം ചെയ്യുന്നു, പോലീസ് വരുന്നു, റെയ്ഡ് ചെയ്യുന്നു. ഈ പുള്ളേന്റെ നേരെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം അവർ പറയുന്നു, ഓക്കെ
കേസ് എടുക്കൂല. അപ്പൊ ഈ ഓബിയസ്ലി ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ ചെയ്തിട്ടില്ല. അവരതൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അവര് ഉടനെ പറയും ശരി നിങ്ങൾ വിളിക്കും, നിങ്ങളെ വീട്ടുകാരെ വിളിക്കും. വീട്ടുകാരെ വിളിച്ചിട്ട് ശരി 5 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം ഇങ്ങനെ ഓരോ എമൗണ്ട് പറയും. ഓക്കെ, ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ കേസൊന്നും ഇല്ലാതെ വെളിയിൽ വിടാം. ഇതാണ് അവിടുത്തെ പോലീസുകാർ. അതായത് ഈ മാഫിയയും ഈ പോലീസും എല്ലാം ലിങ്ക്ഡ് ആണ്. എല്ലാം ലിങ്ക്ഡ് ആയിട്ടാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ഇത് റിയൽ സ്റ്റോറി ആണെന്ന് ഞാൻ പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു പയ്യൻ ബാംഗ്ലൂര് ആകാവ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത്. ആകാവിൽ എനിക്ക് ഇഷ്ടം പോലെ ആകാവിൽ പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചാണ്, ഈ സംഭവങ്ങൾ സത്യമാണ്. അപ്പൊ അവരൊന്ന് സത്യമാണ്, ഈ സാധനങ്ങളെല്ലാം സത്യമാണ്, ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറി ഞാൻ അറിയുന്ന 1.5 വർഷം മുമ്പാണ്. കാരണം എന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു പയ്യനെ വിളിച്ച് സ്വാഭാവികമായിട്ടും വിളിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞ സമയത്ത്, മെൻഷൻ ചെയ്ത് പറഞ്ഞ സമയത്ത് അവൻ ഈ ഒരു കഥ പറഞ്ഞാണ്. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ ഇങ്ങനെ പഠിത്തം നിർത്തി പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ പഠിത്തം നിർത്തി പോയി? അതിങ്ങനെ കുറച്ച് വല്ല കേസൊക്കെ ആയി. എന്തോ വല്ല കേസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ പറഞ്ഞു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിന്ന റൂമില് ഏതോ പയ്യന്മാര് കൊണ്ടുവന്ന് ഡ്രഗ് വെച്ചു. അവനത് അറിയുന്ന പോലും ഇല്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോ എവിടെ നിന്ന് പോലീസ് വന്ന് അവന്റെ റൂമിലുള്ള 2-3 പിള്ളേരെ പിടിച്ചോണ്ട് പോയതിനു ശേഷം പോലീസ് ഓഫർ ചെയ്ത 10 ലക്ഷമോ 5 ലക്ഷമോ ഇത്ര എമൗണ്ട് ആണ് അവർ ഓഫർ ചെയ്തത്. അവന് ഈ കേസിനകത്ത് പെട്ട് ജയിലിൽ കിടക്കണമെന്നുള്ള ഒരു ഏകമുള്ള ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ചോദിക്കുന്ന പൈസ കൊടുക്കുക. ഇത് മാത്രമാണ് അവനുള്ള വഴി. അപ്പോ വീട്ടിലോട്ട് വിളിച്ച് ഒന്നാമതേ ആ പയ്യൻ ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് പാവപ്പെട്ട പയ്യൻ പഠിക്കാനായിട്ട് കയറിയത്, ബാംഗ്ലൂരിൽ പോയത്. അപ്പം മകൻ അകത്താകണമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരുടെ വീട്ടുകാർ എവിടെ നിൽക്കിയോ എങ്ങനെയൊക്കെ കളിക്കോ കിടന്ന് അയച്ചു എന്തൊക്കെയായി പൈസ അയച്ചു കൊടുത്തു. അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അവന്റെ പഠിത്തം പോയി. അപ്പൊ ഈ ഒരു ഡ്രഗ് മാഫിയ കാരണം പഠിത്തം പോയ ഒരുപാട് പിള്ളേരുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ ഇവരെയൊക്കെ പേടിച്ച് വെളിയിലൊന്നും പറയാത്തായിരിക്കും. കാരണം ബാംഗ്ലൂരിൽ നിന്ന് അവർക്ക് തിരിച്ചു വരണമല്ലോ, അതുകൊണ്ട് പറയത്തില്ല. പിന്നെ സൗത്ത് സൈഡിലോട്ടുള്ള, കേരളത്തിന്റെ സൗത്ത് സൈഡിലോട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും, പാരന്റ്സിനെ ആയിക്കോട്ടെ കുട്ടികൾക്ക് ആയിക്കോട്ടെ, ഇതിനെ കുറിച്ചൊന്നും ഒരു പിടുത്തമില്ല. കാരണം അവിടെ ഉള്ള അങ്ങോട്ട് ഈ ബാംഗ്ലൂർ സൈഡിലോട്ട് കൂടുതലും ചെല്ലുന്നതും അവിടെ പോയിട്ട് പഠിക്കാൻ വിടുന്നതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും എറണാകുളം അപ്പുറത്തോട്ടുള്ള കുറച്ച് ആ ഒരു മലബാർ സൈഡ്, നോർത്ത് സൈഡിലോട്ടൊക്കെ ഉള്ള ടീംസുകളാണ് കൂടുതലും ബാംഗ്ലൂരിലോട്ട് പോകുന്നത്. അതുകൊണ്ട് സൗത്ത് സൈഡിലുള്ള സ്റ്റുഡൻസിനൊന്നും ഒരുപാട് ഈ കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. അങ്ങനെ ചെന്ന് തല വെച്ച് കൊടുക്കും, അവർ ഇതിൽ ചെന്ന് പെട്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ മലയാളി സ്റ്റുഡൻസ് ഏറ്റവും കൂടുതലുള്ള 3 കോളേജുകളാണ് ആകാവ്, സപ്തഗിരി, ആചാര്യ. ഈ 3ന്റെയും ഇടയിൽ വരുന്ന ഒരു AGP ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് വെച്ച് അവിടെയാണ് കൂടുതലും ഈ മലയാളി സ്റ്റുഡൻസ് PG ഒക്കെ എടുത്ത് താമസിക്കുന്നതും ഈ പരിപാടിയിലും. ഒബ്വിയസ്ലി കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒട്ടും സ്റ്റുഡൻസ് തയ്യാറാകത്തില്ല. കാരണം ഫ്രീഡം കുറവാണ് എന്നുള്ള ഒരു രീതിയിൽ അവർ പുറത്ത് PGയിലോട്ട് ചെല്ലാനായിട്ട് നിൽക്കും. അതായത് നമ്മളെ ആവശ്യം ആ ഒരു മൂവിയിൽ കാണുന്ന പോലത്തെ ഒരു പരിപാടിയിലോട്ട് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നതും അവിടെയുള്ള മലയാളികൾ തന്നെയാണ്. കാരണം മലയാളികൾ അറിയാല്ല, ബേസിക്കലുള്ള സ്വഭാവമാണ് കൂടെ നിൽക്കുന്നവരുടെ കാല് വാരുക, മുഖത്തുനിന്ന് കുത്തുക. അപ്പൊ ഈ മലയാളികൾ തന്നെയാണ് അവിടെയുള്ള മലയാളി സ്റ്റുഡൻസിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവർ പോലും അറിയാതെ ഓരോ ഫേക്ക് കേസുകളും ഡ്രഗ് കൊണ്ടുവന്ന് റൂമിൽ വെച്ച് അവരെ ഇങ്ങനെ അകത്താക്കാനുള്ള പരിപാടി നോക്കുക. അകത്താക്കാനുള്ള പരിപാടിയില്ല, മെയിനായിട്ട് പൈസ തട്ടുക. ഇത് തന്നെയാണ്. ഇതിന് പോലീസും ഇവരെ കൂട്ടി നിൽക്കുന്നുണ്ട്. പോലീസുകാര് ഇതിനെ ഇത് മലയാളി സ്റ്റുഡൻസിനെ, മലയാളികളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇത് ഇൻഫോം ചെയ്ത് കൊടുക്കുന്നത് മലയാളി സ്റ്റുഡൻസ് ആണ്. അതാണ് ഉള്ള ഏറ്റവും വലിയൊരു മെയിൻ സംഭവം. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പുള്ളി, അതായത് ഈ എന്റെ കാസറ്റ് എന്ന് പറഞ്ഞ ബ്രോ പറയുന്ന അതിൽ മെൻഷൻ ചെയ്യുന്ന ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തി, വീട്ടുകാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ തട്ടിക്കൊണ്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാർ, ബാംഗ്ലൂർ പോലീസുകാർ പൈസ തട്ടിക്കൊണ്ട് പോകും. പൈസ കൊടുക്കാൻ നിവൃത്തിയുള്ളവൻ കൂലി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ അടിമപ്പണി എടുക്കേണ്ടി വരും, ഡ്രഗ് ഡീലറായിട്ട്. ഇതുമല്ലാന്നുണ്ടെങ്കിൽ അവന്റെ പഠിത്തം തന്നെ പോയി. പൈസ കൊടുത്ത് ഇങ്ങനെ ജോലി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ തുടർന്ന് പഠിപ്പിക്കാൻ അവന്റെ വീട്ടുകാരെ കൊണ്ട് സാധിക്കണമെന്നില്ല. അവന്റെ പഠിത്തം അവിടെ തൊലയും. അങ്ങനെ പഠിത്തം തൊലഞ്ഞ ഒരു പയ്യന്റെ കഥയാണ് എന്റെ ജൂനിയർ എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. എന്റെ കാസറ്റ് പേജിന്റെ വീഡിയോ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഫസ്റ്റ് കണക്ട് ചെയ്തത് ഞാൻ ആ ഒരു കഥ കേട്ടതാണ് ഞാൻ കണക്ട് ചെയ്തത്. സോ അപ്പൊ അവൻ അന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇവിടെ ഇപ്പൊ ഇത്രയും ഇതുണ്ടോ? അങ്ങനെ ഉടനെ എന്റെ ബാംഗ്ലൂരിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനോട് ചില ഈ ഒരു സംഭവം കറക്റ്റ് ആണോ?
അപ്പൊ അളിയ സംഭവമൊക്കെ കറക്റ്റ് ആണ്. ഈ വീഡിയോ ഇവിടെ നല്ല രീതിക്ക് വൈറലായി. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പല സ്ഥലത്തും വെച്ച് കാണുന്നതുമാണ്. അപ്പോ ഇവരൊക്കെ ബേസിക്കലി ഈ അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ നടക്കുന്ന ഏജന്റുമാരായിട്ടും കോളേജിലൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഉള്ളതാണ് എന്നുള്ളത് എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി. മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സോ ആരും ഈ സാധനത്തിനെ കുറിച്ച് സംസാരിച്ചോ റിയാക്ട് ചെയ്തൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് ഈ സംഭവം ചിലപ്പോൾ അവർക്കിത് എത്രത്തോളം റിയൽ ആണ് എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം പറയട്ടെ. പക്ഷെ എനിക്ക് ഈ സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് എനിക്ക് അറിയാം ഈ സാധനം റിയൽ ആണ്, ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് പേരെ അവർ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം എനിക്ക് അറിയാവുന്ന കാര്യം പറയണമല്ലോ. ഇതില് ഒരുപാട് പേര് ഇങ്ങനെ പഠിത്തം നഷ്ടപ്പെട്ട് ഈ ഒരു ട്രാപ്പില് പെട്ട് പൈസ കയ്യിൽ നിന്ന് പോയി, തുടർന്ന് പഠിക്കാൻ പൈസ ഇല്ലാതെ പഠിത്തം നഷ്ടപ്പെട്ട് വന്ന് തിരിച്ചു വന്ന് ഒരുപാട് പേയ്മാറുണ്ട്. അവർക്കൊന്നും വെളിയിൽ വന്നത് തുറന്നു പറയാനോ കേസിന് പോകാനോ താല്പര്യമില്ല. ഒട്ടുമിക്കുള്ള ആൾക്കാരുടെ കയ്യിലും പ്രൂഫ് കാണത്തില്ല, അതാണെങ്കിൽ അതിനുള്ള ധൈര്യം കാണത്തില്ല. നിങ്ങൾക്ക് ഇതേപോലെ ബാംഗ്ലൂർ ചെന്നിട്ട് ഇങ്ങനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ അനുഭവം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേസിനും കാര്യങ്ങളിലും പോയി നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു വാങ്ങാൻ നോക്കുക. പേടിച്ച് നിന്ന് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇനി ബാംഗ്ലൂരോട്ട് പഠിക്കാൻ നിൽക്കുന്ന സ്റ്റുഡൻസും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പാരൻസും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട്. ആ ഒരു സമയത്ത് കുട്ടികളുടെ ഒരു പേരും പറഞ്ഞ ആരെങ്കിലും പാരൻസിനെ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ മക്കള് ഡ്രഗ് യൂസ് ചെയ്തു, നിങ്ങളെ മോനെ കേസിനൊന്നും ഇല്ലാതെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ തരണം, 10 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ആലോചിക്കുക. സ്വന്തം മക്കള് ഡ്രഗ് യൂസ് ചെയ്തിട്ടാണ് അവരിങ്ങനെ ആരെങ്കിലും ഒക്കെ പിടിച്ചു വെച്ചിട്ട് വിളിക്കുന്നത്. ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെ ഒന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുകയാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഒരു ഫേക്ക് ട്രാപ്പായിട്ട് വിളിക്കുന്നതായിരിക്കും. സ്വന്തം മക്കളെ സംശയിക്കാൻ നിൽക്കാതെ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഒന്നും പോകത്തുമില്ല, നിങ്ങളുടെ മക്കളെ സേഫ് ആക്കുകയും ചെയ്യാം. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാനായിട്ട് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ മക്കളെ അങ്ങോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്ന പാരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് വെക്കുക. പുള്ളി പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അറിയാവുന്ന ഒരു ഇൻസിഡന്റ് പറയാനായിട്ട് വന്നതാണ്. എന്തായാലും പുള്ളി അത് ആൾക്കാരെ മുമ്പ് വിളിച്ച് പറയാനായിട്ടുള്ള ഒരു ധൈര്യം പുള്ളി കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേരൊന്നും ഇങ്ങനെ ധൈര്യപ്പെട്ട് കാണിക്കത്തില്ല. കാരണം മാഫിയാണല്ലോ, ട്രക്ക് മാഫിയാണല്ലോ. പിന്നെ ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല. വയസ്സ് മലബാറിൽ കിടന്ന പൂത്തേ ഉള്ളൂ, സൗത്തിലത് വരില്ല, ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ വിളിച്ച സമയത്ത് എന്റെ പെണ്ണ് വന്നാണ്, അല്ലെങ്കിൽ അമ്മാനും മലബാർ സൈഡ് മറ്റേ അവിടെ കിടന്ന് നിലത്തേ ഉള്ളൂ. ഈ സൗത്ത് സൈഡിലോട്ടുള്ള ഇതിലോട്ടൊന്നും വലുതായിട്ട് ഇതില്ല. ബാംഗ്ലൂരിൽ കിടന്നുള്ള കളി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മലബാർ സൈഡ്. അപ്പൊ ഈ എല്ലാരും ഈ പണി കിട്ടിയ പിള്ളേരെ കണക്ക് വായോടച്ച് ഉണ്ടായിരിക്കുമെന്നൊന്നും ഇനിയിപ്പം അവിടെ ഉള്ള ടീംസുകളൊന്നും വിചാരിക്കണ്ട. കാരണം ഒരാൾ പ്രതികരിച്ചു തുടങ്ങി, ഇനി 9 പേര് പ്രതികരിച്ചു തുടങ്ങി. പൂട്ടിക്കെട്ടും, എന്തായാലും വരുന്ന കാലഘട്ടങ്ങളിൽ പൂട്ടിക്കെട്ടും. പക്ഷെ പുള്ളി ഈ ഒരു വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു, ആൾക്കാരുടെ പേര് ഉൾപ്പെടെ എടുത്ത് പറഞ്ഞു ചെയ്തു. സ്റ്റിൽ ഞാൻ വിളിച്ച സമയത്ത് അറിയാ ഇമ്പാക്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്ട് ഉണ്ട് അറിയാ. ഒരു 10:30 കഴിയുമ്പോ ഇപ്പൊ ABP ലൈനിലൊക്കെ ഭയങ്കര ചെക്കിംഗ് ആണ്. മലയാളി സ്റ്റുഡൻസ് ആണെങ്കിൽ വെളിയിലുണ്ടെങ്കിൽ അവന്മാരെ മുട്ടിൽ ലാത്തി വെച്ചടിച്ച് ഓടിച്ചകത്ത് കയറ്റും. ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും ആർക്കും പറ്റിയിട്ടില്ല. കാര്യം എന്താണ്, ബാംഗ്ലൂർ പോലീസ് ഒരു ഇടയിലിരിക്കുക, അതുകൊണ്ട് അവർ ചെയ്യത്തില്ല. കാരണം അവർക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണല്ലോ. ഇപ്പൊ ഇവര് ഭീഷണിപ്പെടുത്തി 6 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ പോലീസുകാർക്ക് കമ്മീഷനാണ്. ഈ 6 ലക്ഷം വാങ്ങിക്കുന്നതിന് 19,000 ഈ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് കൊണ്ട് റൂമിൽ വെച്ച് കൊടുക്കുന്ന ആ പയ്യന് ഇൻഫോം അവന് കമ്മീഷൻ, ബാക്കി പൈസ അവന്മാർക്ക്. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ പോകുന്നത്. സോ അവിടെ ബാംഗ്ലൂർ പോലീസുകാർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നാട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തുണ്ടായിരുന്നെങ്കിൽ അമ്മാരി കാലത്തിനും കാണിക്കത്തില്ലായിരുന്നു. മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിനെതിരെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കാനായിട്ട് അവിടെ ധൈര്യമുള്ള ആരുമില്ല. ഈ പണി കിട്ടിയിട്ടുള്ള ആരും
വെളിയിൽ പറയത്തുമില്ല, ബാക്കിയുള്ളവർ പേടിച്ചോടെ നിൽക്കുകയും ചെയ്യും. പോലീസുകാരുടെ സിഗ്നൽ ആവശ്യമില്ല. ഇതാണ് അവസ്ഥ. സോ അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിട്ടൊക്കെ കയറി പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസും കയറ്റി വിടാൻ നിൽക്കുന്ന പാരൻസും എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഏതെങ്കിലും ഏജന്റ് വഴിയൊക്കെ കണക്ട് ചെയ്യുക. നല്ലൊരു കോളേജിൽ മാക്സിമം എല്ലാവരും കോളേജ് ഹോസ്റ്റലിലൊക്കെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. പൈസ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും കണ്ടവന്മാർക്ക് കൊണ്ടുപോയി പൈസ വാക്കിരി ഇടാതിരിക്കാനായിട്ടുള്ളൊരു മുൻകരുതൽ എടുത്ത് സ്വന്തം ലൈഫ് കളിക്കുക. ബാംഗ്ലൂരിൽ പോയി മര്യാദയ്ക്ക് പോവുക, പഠിച്ചിട്ട് മര്യാദയ്ക്ക് വരിക. സ്വന്തം കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലടാ അലിയ എന്നാണ് എന്നെ വിളിച്ചിട്ട് അവിടെ നിൽക്കുന്ന പയ്യന്മാർ ഓരോ വേലത്തിനൊക്കെ പോകുമ്പോ, അതായത് പാർട്ടി, പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് കറങ്ങാൻ പോകും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വിളിക്കുമ്പോൾ പെണ്ണുങ്ങളെ റൂമിൽ തോക്കും, ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉടുതൊന്നും ഇല്ലാതെ നിർത്തിയിട്ട് അവന്മാർ ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തും. അല്ലെന്നുണ്ടെങ്കിൽ ജട്ടിയുടെ ഇടയിൽ കഞ്ചാവും കുട്ടയും കയറ്റിലേക്ക് വെച്ചിട്ട് അതിലും ഭീഷണിപ്പെടുത്തും, കയ്യിലുള്ള പൈസ പോകും. ജീവിതം തുലയ്ക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. മര്യാദയ്ക്ക് പോയി നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ കയറി പോകുന്ന ആൾക്കാർ നിങ്ങളെ സൂക്ഷിക്കും. എന്നെ കൊണ്ടൊരു ഇതൊന്നും ചെയ്യാനില്ല. അപ്പൊ പുള്ളി ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇവിടെ ഇന്നാണ് സംഭവം നടക്കുന്നത് എന്നുള്ളൊരു കാര്യം പുള്ളിയിൽ വന്നിട്ടുണ്ട്. പുള്ളി അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് വല്ലാണ്ട് കയ്യിൽ പൈസ കൊണ്ട് തിരികെ കൊടുത്തിട്ട് പഠിത്തം കളഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഇതെല്ലാം വിളി വരും. സോ ഇതിൽ എനിക്കറിയാവുന്ന കാര്യം പറയാമെന്നാണ്, ശ്രദ്ധിക്കുക. റൈറ്റ്.